നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് ഭാഗത്താണ് വന്നത്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടൊരു അടിപൊളി ഒരു ഗാർഡനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പ്ലാന്റാണ് കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളിതിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അടുത്തൊരു സ്ഥലത്തായിട്ടാണ് അടുത്ത കുറച്ച് കാര്യങ്ങൾ കാണാനുള്ളത്. അതെന്താണെന്നുള്ളത് നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങോട്ട് പോവാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള കുറേ ഗെയിംസുകൾ ഇവിടെ ഉണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കായിട്ടുള്ള കുറേ ഗെയിംസാണുള്ളത്. പിന്നെ ഇതിനകത്ത് തന്നെ 3D ഗെയിംസ് ഉണ്ട്. 3D ഗെയിംസ് വെച്ചിട്ട് കളിക്കുന്ന കുറേ ഉണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഫസ്റ്റ് കയറുന്നില്ല. അതിനൊരാൾക്ക് 50 രൂപയാണ് കേട്ടോ അവർ മേടിക്കുന്നത്. അത് വലിയ ചാർജൊന്നും അല്ല കേട്ടോ. ഇത് കണ്ടോ, ഇതിവിടെ കണ്ടൊരു അടിപൊളി ഒരു സ്റ്റാച്ചു ആണ്. നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ കൗതുകകരമായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ അടുത്ത ആളെ കാണാൻ പോവാണ് കേട്ടോ. ഏത് പാമ്പാന്നുള്ളത് അതിൻ്റെ പേര് അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഈ പാമ്പിന് നമുക്ക് കയ്യിലെടുക്കാം കേട്ടോ. അതിന് 50 രൂപയാണ് അവർ വാങ്ങുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് ഇതിനകത്ത് തന്നെ കുറച്ച് കാണാൻ പറ്റും. ഇത് പന്നിക്കുട്ടികളാണ്. അപ്പോൾ ഇതിനെ നമുക്ക് കയ്യിലെടുക്കാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല റെസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് കയ്യിലെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ നോക്കാം. പേടിയുണ്ടോ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്കവിടെ അതിൻ്റെ ഭിത്തിയിലൊക്കെ തന്നെ ഒരുപാട് പഴയ നോട്ടുകളുടെ കുറേ ഫോട്ടോസ്, പിന്നെ അതുപോലെ കിളികളുടെയൊക്കെ നമ്മുടെ ഓരോ പക്ഷികളുടെയൊക്കെ തൂവലുകൾ, പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ മുട്ടകളുടെ കുറേ മോഡലുകൾ, ഇതെല്ലാം നമുക്കവിടെ കളിച്ചു. ഇപ്പോൾ മുട്ടയൊക്കെ നമുക്ക് കയ്യിലെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അവർ കയ്യിലൊക്കെ എടുത്ത് നോക്കാൻ തരും. അങ്ങനെ അതിനെക്കുറിച്ചിട്ടുള്ളതൊക്കെ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അറിവ് പകരുന്ന കുറേ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് വേറൊരാളുണ്ട് കേട്ടോ. അതിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് കണ്ട ശേഷം നമുക്ക് അയാളുടെ അടുത്തോട്ട് പോവാം. ആരാന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് കണ്ട ശേഷം നമുക്ക് അങ്ങോട്ട് അവരുടെ അടുത്ത് ആൾ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് ആ ഒരു സ്പെഷ്യൽ വ്യക്തിയുടെ അടുത്തോട്ട് പോവാം. അപ്പോൾ ആൾ ഇപ്പോൾ വരും. ഇതാണ് കേട്ടോ, ഇഗ്വാനയെ നമുക്ക് കയ്യിലെടുക്കാം. അപ്പോൾ അതിന് പൈസയൊന്നും ചാർജില്ല കേട്ടോ. അങ്ങനെ ഇഗ്വാന എടുത്ത് കയ്യിൽ തരികയാണ്. കുട്ടികൾ രണ്ടുപേർക്കും അതിനെ എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ കയ്യിലെടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ദേഹത്ത് മാത്രമേ വെക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ശരീരത്ത് അതിൻ്റെ നഖം കൊണ്ട് അത് നമുക്ക് മുറിവ് വരെയും നമുക്ക് വേദന എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഉടുപ്പ് നല്ല കട്ടിയുള്ള ഉടുപ്പാണെങ്കിൽ അവർ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ടോണിക്ക് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മുകളിലോട്ട് തലയിലോട്ട് കയറുന്നതുകൊണ്ട് അവന് ചെറുതായിട്ടൊന്ന് വേദന എടുത്തായിരുന്നു. പക്ഷെ അല്ലു അപ്പോഴും ബഹളം വയ്ക്കുമായിരുന്നു, അല്ലുവിന് വെക്കണമെന്നും പറഞ്ഞ്. അങ്ങനെ കുറച്ച് നേരം മാത്രം ടോണിയുടെ ദേഹത്ത് വെച്ച ശേഷം അത് നമ്മളതങ്ങ് എടുത്തു കേട്ടോ. എടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ അല്ലുവിൻ്റെ ദേഹത്തോട്ട് വെക്കാൻ പോകണം. അപ്പോൾ അല്ലുവിൻ്റെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അല്ലുവിൻ്റെ ഫേസ് എങ്ങനെയാണ് വരുന്നതുണ്ടോ. അല്ലുവിൻ്റെ തലയിലോട്ട് വെച്ചപ്പോൾ അല്ലു ഇങ്ങനെയാണ് കേട്ടോ. അല്ലുവിന് വലിയ പ്രശ്നമില്ല. പക്ഷെ അല്ലുവിൻ്റെ തലയിലോട്ട് കയറിയപ്പോൾ അല്ലുവിന് ചെറുതായിട്ടൊന്ന് നൊന്തു. ആ ഒരു പ്രശ്നമല്ലാതെ അല്ലുവിന് അത് വെച്ചത് കൊണ്ട് അല്ലുവിനൊരു പേടി അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ തന്നെ അല്ലു പറഞ്ഞു എനിക്ക് തല നോവുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളത് അല്ലുവിൽ നിന്ന് റിമൂവ് ചെയ്യണത്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഫിഷിംഗ് ഏരിയയിലോട്ടാണ്. ഫിഷുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഫിഷുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് കാണിക്കാൻ പോലും ഞങ്ങൾക്ക് ടൈം കിട്ടില്ല. കാരണം ഞങ്ങൾ ഫിഷിംഗ് ഏരിയയിൽ വന്നപ്പോൾ നമ്മൾ ടൈം കഴിയാറായിരുന്നു. 6 മണി വരെയാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം ഓരോ വീഡിയോസ് എടുത്ത് ഞങ്ങളങ്ങ് പോവുമായിരുന്നു. എന്തായാലും മേളിൽ അതിനുള്ള പേരുകളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചങ്ങ് പോവാം.
ഫൈനലി ഞങ്ങളിപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിവിടെ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് വന്ന് എൻജോയ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുകയാണ്. പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഒരു തെങ്ങിനകത്തൊരു തേങ്ങ നിൽക്കുന്നുണ്ടതാണ്. തേങ്ങയാണെങ്കിൽ ചെറിയൊരു മാങ്ങയുടെ ഷേപ്പിലാണ്, ജസ്റ്റ് ഫണ്ണിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.